ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പുതിയ ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കഥാഭാഗമാണ്. കഥാഭാഗം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും അധികം വായനക്കാരുള്ള ഒരു സാഹിത്യ മേഖലയാണ് ചെറുകഥാ സാഹിത്യം. മലയാളത്തിൽ നിരവധി ചെറുകഥാകൃത്തുകൾ ഉണ്ട് താനും. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നല്ല നല്ല രചനകൾ നമുക്ക് സംഭാവന ചെയ്ത മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി, കഥകളുടെ രാജകുമാരി എന്ന് വിളിപ്പേരുള്ള മാധവിക്കുട്ടിയുടെ ഏറ്റവും പ്രശസ്തമായ, കാരണം നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ പല സിലബസുകളിലായിട്ട് ഈ ഒരു അധ്യായം നമ്മൾ പഠിച്ചു പോകും, അല്ലെങ്കിൽ ഈ ഒരു ചെറുകഥ നമ്മൾ പഠിച്ചു പോകും, വായിച്ചു പോകും. അങ്ങനെ അത്രത്തോളം വായനക്കാരിൽ എന്താ പറയാ ഒരു താല്പര്യം ഉളവാക്കുന്ന എന്തോ ഒരു ശക്തിയുള്ള ഒരു കഥാഭാഗമാണ് നെയ്പ്പായസം എന്നുള്ള ഈ ഒരു ചെറുകഥ. പേരുപോലെ വളരെ മധുരമുള്ള, എന്നാൽ ഒട്ടനേകം ചിന്തിക്കാനും നമ്മള് രചനാ ശൈലി കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വായനക്കാരെ അമ്പരപ്പിച്ച രചയിതാക്കൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലേക്ക് ചെറുകഥകൾ ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു കഥ തന്നെയായിരിക്കും എന്നും എല്ലാവർക്കും നെയ്പ്പായസം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. പല സിലബസുകളിലായിട്ട്, ചിലപ്പോൾ പല ക്ലാസ്സുകളിലായിട്ടൊക്കെ ഈ ഒരു രചന പലരിലും എത്തിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾക്കും ഇന്ന് ആ ഒരു കഥ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രചന തന്നെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഏവരെയും ആ ഒരു ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പറഞ്ഞ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മധുരമുള്ള കഥ നെയ്പ്പായസം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നെയ്പ്പായസത്തിന്റെ രചയിതാവ്, എഴുത്തുകാരി നമ്മളുടെ മാധവിക്കുട്ടി. ഒരുപാട് രചനകളാൽ നമുക്ക് എന്താ പറയാ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഈ ഒരു കഥ എന്ന് പറയുന്നത് വളരെ ലഘുവായ രൂപത്തിൽ നമ്മളിലേക്ക് എത്തപ്പെട്ടുവെങ്കിലും അതിലെ ഉള്ളിലെ വിഷയവും അതിന്റെ രചനാശൈലിയും ഒന്നും ആ ഒരു ലാഘവത്തോട് കൂടിയിട്ടല്ല ഓരോ വായനക്കാരിലേക്ക് എത്തുന്നത്. വളരെ മനോഹരമായതും വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അതിനുള്ളിൽ ഒരുപാട് നന്മകളും ഒരുപാട് എന്താ പറയാ നമ്മളിൽ എപ്പോഴും ഓർത്തു വെക്കാനുള്ള നിമിഷങ്ങളും രസകരമായിട്ടുള്ള രീതിയിലേക്ക് ആ രചന നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സോ അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ്. അത് വായിച്ചു തീരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പൊ അത്തരത്തിലുള്ള രചനയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കഥാഭാഗമായതുകൊണ്ട് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പൂർണ്ണമായും എല്ലാ വാക്യവും എല്ലാ വാക്കുകളും വായിച്ച് പോവുക സാധ്യമല്ല. അതിനാൽ തന്നെ നമ്മളുടെ സ്ക്രീൻഷോട്ടിൽ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നല്ല എന്താ പറയാ സ്ക്രീനിൽ വരുന്ന കഥാഭാഗങ്ങളെ ആവശ്യാനുസരണം വലുതാക്കി ആവശ്യത്തിനനുസരിച്ച് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഖണ്ഡിക തിരിച്ചാണ് നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കുന്നത്. ആ ഒരു ഭാഗം ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് വായിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പിന്നീട് ചോദിക്കാനൊക്കെ അത് ഉപകരിക്കും. ഞാൻ പറയുന്നത് അതിന്റെ ഒരു രത്ന ചുരുക്കവും അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അതിലെ ഉള്ളിലെ ആശയം നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ രൂപത്തിൽ വേണം ക്ലാസ്സിനെ കാണുവാനായിട്ട്. ആ രീതിയിൽ നിങ്ങളും എനിക്കൊപ്പം തന്നെ കഥ വായിച്ചു പോകണം. ആദ്യം പൂർണ്ണമായിട്ട് കഥ വായിച്ച് ക്ലാസ് കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടന്നാലോ? അപ്പോൾ ഞാൻ എല്ലാ തവണത്തെയും പോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മൾ കഥാഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാ തവണയും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഒന്ന് എന്താണ്, മറ്റൊന്ന് രചയിതാവ്. ഇവരിൽ നിന്നാണ് നമ്മൾ എപ്പോഴും തുടങ്ങാറുള്ളത്. ഇത്തവണയും വ്യത്യസ്തമല്ല. നെയ്പ്പായസം, പേര് അല്ലെ, നെയ്പ്പായസം. ഒരുപാടൊന്നും വളഞ്ഞു ചിന്തിക്കണ്ട. നെയ്പ്പായസം എന്ന് പറയുന്ന ആ ഒരു പായസത്തിന് ഈ ഒരു കഥയില്
ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ആദ്യമേ പറയാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ നമുക്ക് വായിച്ച് എത്തുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യവും ഈ കഥയ്ക്ക് നൽകുന്ന ഒരു ഭംഗിയൊക്കെ ആ ശീർഷകത്തിന് എത്രത്തോളം അത് ഈ കഥയ്ക്ക് യോജിക്കുന്നു എന്നൊക്കെ നമുക്ക് അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോഴാണ് മനസ്സിലാവുക. രണ്ടാമത് മാധവിക്കുട്ടി. നമ്മളിപ്പോൾ കാണുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി, കഥകളുടെ രാജകുമാരി മാധവിക്കുട്ടിയുടെ ചിത്രമാണ്. അതോടൊപ്പം തന്നെ മാധവിക്കുട്ടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതെന്തങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം കമലാദാസ് അല്ലെങ്കിൽ കമലാസുരിയ എന്ന പേരിലാണ് പിന്നീട് മതം മാറി അറിയപ്പെട്ടിരുന്നത്. മാധവിക്കുട്ടി എന്ന പേര് പിന്നീട് മാറിയതാണ്. അപ്പോൾ രണ്ട് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മാധവിക്കുട്ടിയായിട്ടും പിന്നീട് കമലാദാസ് എന്ന കമലാസുരയ്യായിട്ടും. വെറുതെ നമുക്ക് നല്ല അറിയാത്തവർക്ക് അല്ലെങ്കിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് മാത്രം. ഇനി എല്ലാ തവണത്തെയും പോലെ മാധവിക്കുട്ടിയുടെ ഒരു ഗ്രന്ഥകാര പരിചയം അല്ലെങ്കിൽ ജീവിത രേഖ നമുക്കിവിടെ കാണാം. മലബാർ ജില്ലയിലുള്ള ഉൾപ്പെട്ട പുന്നേർകുളത്ത് 1934 മാർച്ച് 31 ജനനം. നാലപ്പാട്ട് തറവാട്ടിലാണ് ജനനം. നാലപ്പാട്ട് തറവാട് എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള നിരവധി അല്ലെങ്കിൽ എഴുത്തുകാരെ പോലെ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന തറവാട് നാലപ്പാട്ട് എന്ന് പറയുന്നത്. കാരണം അമ്മ എന്ന് പറയുന്നത് മലയാളത്തിന്റെ പ്രിയ കവി, അല്ലെങ്കിൽ കവിയല്ല, ക്ഷമിക്കണം, കവയിത്രി ബാലാമണിയമ്മയാണ്. അമ്മ കവിതകളോടെ അല്ലെങ്കിൽ കവിതകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായപ്പോൾ മകൾ കഥകളിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത്. അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർ ആയിരുന്നു. VM നായർ, പ്രസിദ്ധ കവി എഡിറ്റർ ആയിരുന്നു. VM നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ പ്രസിദ്ധ കവിയായിട്ടുള്ള നാലപ്പാട്ട് നാരായണമേനോൻ അദ്ദേഹത്തിന്റെ വലിയമ്മാവനാണ്. സുലോചന നാലപ്പാട്ട് എന്ന് പറയുന്നത് സഹോദരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നാലപ്പാട്ട് തറവാട്ടിലാണ് അത്രയും എഴുത്തുകാരുള്ള അല്ലെങ്കിൽ രചനാപരമായിട്ട് എല്ലാ രീതിയിലും സമ്പന്നമായിട്ടുള്ള ആ തറവാട്ടിലാണ് മാധവിക്കുട്ടിയുടെ ജനനം. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൽക്കട്ടയില് ബാല്യകാലം പുന്നേർകുളത്തും പിന്നീട് കൽക്കട്ടയിലുമായിരുന്നു ജീവിതം. 15-ാം വയസ്സിൽ, ആലോചിക്കണം, 15-ാം വയസ്സിലാണ് കമലയുടെ വിവാഹം നടന്നത്. മാധവദാസ് ആയിരുന്നു വരൻ. പ്രായം കൊണ്ട് ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ്. 1992 മാധവദാസ് മരണപ്പെടുമ്പോൾ അവരുടെ ദാമ്പത്യത്തിന് 43 വർഷം പ്രായമായിരുന്നു. മക്കളുടെ പേരുകൾ അവിടെ നൽകിയിരിക്കുന്നു. പിന്നീട് 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമലാസുരി എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ ഇസ്ലാമിൽ തന്നെ പുനർവിവാഹിതയാവാൻ തീരുമാനിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു, അല്ലാതെ ഇതായിട്ട് പറയുന്നില്ല. അവസാന കാലം മകന്റെ കൂടെ പൂനെയിൽ 2009 31 പൂനെയിൽ വെച്ച മരണം. മരിക്കുമ്പോൾ 75 വയസ്സ്. കേരളത്തിലേക്ക് എത്തിച്ച് മൃതദേഹം തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയിരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ മരിക്കുമ്പോഴും അല്ലെങ്കിൽ മരിക്കുന്ന മുൻപും നമ്മുടെ മാധവിക്കുട്ടിയുടെ പല കാര്യങ്ങളും സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഒക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് അവരുടെ രചനയായിട്ടുള്ള എന്റെ കഥ എന്നുള്ള ആ ഒരു ഇതിന്റെ എന്താ പറയാ, രചനയ്ക്ക് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകളുടെ ഇടയിൽ ചർച്ചയായിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അതുപോലെ തന്നെ മരണശേഷം ഖബറടക്കിയത് തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സുകുമാർ അഴീക്കോട് ഒരു പ്രസ്താവന എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഓർമ്മയില്ലാത്തത് കൊണ്ടും മറ്റും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്നാലും ഏറെക്കുറെ മാധവിക്കുട്ടിയുടെ ജീവിതരേഖ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മാധവിക്കുട്ടി അമ്മയായ ബാലാമണിയമ്മയ്ക്കൊപ്പമുള്ള 1-2 ചിത്രങ്ങൾ കൂടി നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നു. 1-2 പഴയ ചിത്രങ്ങളാണ് അമ്മയ്ക്കൊപ്പമുള്ളത്. നമുക്ക് കഥയിലേക്ക് കടന്നാലോ?
അല്ലെ? കഥ ആരംഭിക്കുന്നത് ചുരുങ്ങിയ തോതിൽ ശവദഹനം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദ്യ ഭാഗത്തിൽ തന്നെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രം, അതായത് നമ്മൾ കഥകൾ എഴുതുന്നതിന് പല രീതികളുണ്ട്. ചിലപ്പോൾ കഥ പറഞ്ഞു പോകുന്ന, ആഖ്യാനം ചെയ്തു പോകുന്നത് ചിലപ്പോ എഴുത്തുകാരനാവാം, അതല്ലെങ്കിൽ ആ കഥയിലെ തന്നെ കഥാപാത്രമാവാം, സംഭാഷണങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കാം. ഇതിലും നോക്കുകയാണെങ്കിൽ കഥ പറയുന്നത് എഴുത്തുകാരിയാണ്. എഴുത്തുകാരിയിലൂടെയാണ് കഥ പോകുന്നത്. ഇടയിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭാഷണ ശകലങ്ങൾ വന്നിട്ട് പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോ പ്രധാന കഥാപാത്രത്തിന് പേര് നൽകാതെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ കഥ ആരംഭിക്കുന്നത്. അച്ഛന്റെ ഓഫീസിലുള്ള സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെ അതിനേക്കാൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ശവദഹനം, ഒരു മരണം കഴിഞ്ഞ് അതിന്റെ ശവദഹനം കഴിഞ്ഞിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആദ്യമായി വായിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ശവദഹനം ആരുടേതാണെന്നോ മറ്റും മനസ്സിലായില്ലെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാവാം. കാരണം ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിക്കണമെങ്കിൽ ഏറെ പരിചിതമായ ഒരാളുടെ മരണമാണ് അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. തുടർച്ചയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാകുന്നതായിരിക്കും. അപ്പോൾ ആ മനുഷ്യനെയാണ് നമ്മൾ അച്ഛൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. കാരണം ആ പട്ടണത്തിൽ അയാളുടെ വില അറിയുന്ന 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് ചുരുക്കം. ആ കുട്ടികള് അയാളെ അച്ഛ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് കൽപ്പിച്ച് നൽകാതെ അച്ഛൻ എന്ന് മാത്രം അവിടെ പരാമർശിക്കുന്നത്. ആ 3 കുട്ടികൾ അദ്ദേഹത്തെ അച്ഛ, അതായത് അവർക്ക് 3 കുട്ടികളുണ്ട്, ആ 3 കുട്ടികൾ അച്ഛ എന്ന് വിളിക്കുന്നു. അല്ലെ? എന്ത് രസകരമായാണ് അവിടെ ആ ഒരു കഥാപാത്രത്തെ എന്തുകൊണ്ട് അച്ഛൻ എന്ന് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. അങ്ങനെ ബസ്സിലാണ് ഇപ്പോഴും. ബസ്സിൽ അപരിചിതന്മാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ഒരു ദിവസത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉണരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, അല്ലെ? പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കൃത്യസമയത്ത് ഉണരാൻ വേണ്ടിയിട്ട് അലാറത്തിന്റെ സഹായമൊക്കെ ആവശ്യമാണ്. അലാറം ഒന്ന് അടിച്ചില്ലെങ്കിൽ നമ്മളുടെ പല കാര്യങ്ങളും എന്ത് ചെയ്യും? താളം തെറ്റും. പക്ഷെ ഇന്നെന്തോ ഞാൻ രാവിലെ എണീറ്റത് അവളുടെ ശബ്ദം കേട്ടിട്ടാണ്. എന്താ കേട്ടത്? മൂടിപ്പൊതച്ച് കിടന്നാ പറ്റോ ഉണ്ണി എന്ന് തിങ്കളാഴ്ചയല്ലേ? അപ്പോ അദ്ദേഹത്തോടല്ല ആ ചോദ്യം ചോദിക്കുന്നത്, മകനായ ഉണ്ണിയോടാണ്. തിങ്കളാഴ്ച പൊതുവെ ആർക്കും ഇഷ്ടമല്ലാത്തൊരു ദിവസമാണ്. അതായത് വീക്കെൻഡ് കഴിഞ്ഞ്, അല്ലെ? ശനിയും ഞായറും അവധി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഞായർ അവധി കഴിഞ്ഞ് ആ ഒരു അവധിയുടെ ഒരു ഇതില് സന്തോഷത്തില്, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് തിങ്കളാഴ്ച പോവാൻ ഒരു പൊടിക്ക് ഒരു ചെറുതായി നമ്മൾക്ക് മടി കൊടുങ്ങാറുണ്ട്. അപ്പൊ ആ മടിയുടെ ഒരു ദിവസമാണ് തിങ്കളാഴ്ച. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ കാര്യം എടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പോ മൂത്ത കുട്ടിയെ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇങ്ങനെ കിടന്നാ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് അവിടെ മൂടിപ്പൊതച്ച് കിടന്നാ പറ്റും ഉണ്ണി എന്ന് തിങ്കളാഴ്ചയല്ലേ എന്ന വാക്യം കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ വെള്ള സാരിയൊക്കെ എടുത്ത് അടുക്കളയിൽ ജോലിയൊക്കെ, അല്ലെ? സ്ത്രീകൾ എപ്പോഴും, നമ്മൾ മറ്റു ജോലികൾ ഉണ്ടെങ്കിലും വീട്ടിലെ ജോലികളിൽ അധികവും, അടുക്കള ജോലികളിൽ അധികവും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല, ചെയ്യുന്നത്. തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവളുമായി ബന്ധപ്പെട്ട്. പക്ഷേ മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് എത്ര ശ്രമിച്ചിട്ടും വേറെ ഒരു വാക്കുകളും അവളുടേതായി ഇന്നത്തെ ദിവസത്തെ ഓർമ്മയിൽ, അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഓർമ്മയിൽ വരുന്നില്ല. ആകെ ആ ഒരു വാക്യം മാത്രം. എന്തായിരുന്നു? മൂടിപ്പൊതച്ച് കിടന്നാ പറ്റുമോ ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അപ്പൊ ഏറെക്കുറെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മനസ്സിലാവാം. അപ്പൊ അവളുടെ ശബ്ദം ഇന്ന് കേട്ടു. അവള് മൂത്ത മകനെ ഉണർത്തുന്ന തിരക്കിലായിരുന്നു. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്തെങ്കിലും അവളുടെ മറ്റ് വാക്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അവൾ പറഞ്ഞ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അവളുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. എത്ര ആലോചിച്ചിട്ടും ആകെ ഒരേ ഒരു വാക്യം,
ആ ഒരു വാക്യമാണ് മൂടിപ്പോച്ച് കിടന്നാ പറ്റൂ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. ആ വാക്യം മാത്രം അയാളുടെ മനസ്സിൽ മായാതെ ഓർമ്മയിൽ ഉള്ളത്. അതൊരു ഈശ്വരനാമം എന്ന പോലെ അയാൾ ഇങ്ങനെ മന്ത്രിക്കുകയാണ്. ഈശ്വരനാമം അങ്ങനല്ലേ, ഇത് വീണ്ടും 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 ആവർത്തിച്ച് ഇങ്ങനെ ഉരുവിടും അല്ലെ. പണ്ടൊക്കെ നമ്മള് കുട്ടികള് കടയിലേക്ക് പോകുന്ന സമയത്ത് ഇന്നൊക്കെ എഴുതി കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ മൊബൈലിൽ അയച്ചു കൊടുക്കും. പണ്ടൊക്കെ കുട്ടികൾ പോകുമ്പോൾ സാധനങ്ങളുടെ പേര് ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ പോകും അല്ലെ. ഇപ്പൊ പഞ്ചസാര 2 കിലോ, പഞ്ചസാര 2 കിലോ, അരി ഇത്ര, ഇങ്ങനെ പറഞ്ഞു പോകും. എന്തിനാ അങ്ങനെ പറഞ്ഞു പോകുന്നേ? മറക്കാതിരിക്കാൻ, ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവാൻ. ഒരു ഈശ്വരനാമം എന്ന പോലെ ആ വാക്യം മന്ത്രിക്കുകയാണ്. എന്താണ് മന്ത്രിക്കുന്നത്? ഇന്ന് ഇങ്ങനെ അല്ലേ, ഇന്ന് കിടന്നാ പറ്റൂ ഉണ്ണിയെ, ഇങ്ങനെ മൂടിപ്പോച്ച് കിടന്നാ പറ്റൂ ഉണ്ണിയെ, തിങ്കളാഴ്ചയല്ലേ. കാരണം അത് മറന്നുപോയാൽ അതിന്റെ നഷ്ടം വളരെ അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നുകയാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ പറഞ്ഞതിൽ വെച്ച് അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുള്ള ഏക വാക്യം അതാണ്. അപ്പോ ആ വാക്യം മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തനിക്കൊരു നഷ്ടമായിരിക്കുമെന്ന്, വലിയൊരു നഷ്ടമായിരിക്കുമെന്ന് അയാൾ ചിന്തിക്കുന്നു. അവൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ കൂടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തയക്കാനുള്ള പലഹാരങ്ങൾ നമ്മൾ പണ്ടൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ അലുമിനിയം പാത്രങ്ങളിലാക്കിയിട്ട് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നു. അവളുടെ വലത്തെ കൈത്തണ്ടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട്. ഈ പറയുന്ന അടുക്കളയിൽ പെരുമാറുന്ന ആളുകളുടെ കൈകളിലൊക്കെ അതിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അല്ലെ. ചിലപ്പോൾ മണമായിരിക്കാം, ഗന്ധമായിരിക്കാം, ചിലപ്പോൾ അത് പൊടിയായിട്ട് തന്നെ കാണുന്നതായിരിക്കാം. അതൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓഫീസിൽ വെച്ച് അവളെ കുറിച്ച് ഒരിക്കൽ പോലും ഓർക്കുകയുണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് അല്ലെ. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിന്ന് നമ്മൾ ജോലിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ജോലി. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് നല്ല രൂപത്തിൽ നമ്മളുടെ ഭാര്യയും കുട്ടിയും പോറ്റണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പൊ ആ സമയത്ത് അവളെ കുറിച്ച് ഒരിക്കലും ഓർത്തിട്ടില്ല എന്ന് അദ്ദേഹം ഓർക്കുന്നു. പിന്നീട് അങ്ങോട്ട് പറയുന്നത് അവരുടെ വിവാഹ ബന്ധത്തെ കുറിച്ചാണ്, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ സാധാരണ ഒരു പൈങ്കിളി ഇതുപോലെ തന്നെ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലാണ് അവരുടെ കല്യാണം നടക്കുന്നത്. 1-2 കൊല്ലങ്ങൾ നീണ്ടു നിന്ന ഒരു അനുരാഗ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല, എടുത്തു പറയുന്നു അല്ലേ. കാരണം നമ്മുടെ കഥ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപൊക്കെ വളരെയധികം ശക്തമായ രീതിയിൽ എന്താണ്, 2 കുടുംബക്കാരും എതിർപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ട്, എന്നാൽ ഏറെക്കുറെ ഒരുപാട് മാറ്റങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോ ഒരു പ്രണയവിവാഹമാകുമ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ, അല്ലെങ്കിൽ സമ്മതത്തോടെ അല്ലായിരുന്നു ആ വിവാഹം എന്നുള്ളത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ അവർ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ. ഒരു നല്ല രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ 2 വീട്ടുകാരുടെ സമ്മതത്തോടെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് സഹായമായിട്ട് അവർ മുൻപിലുണ്ടാകും. ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിലും അങ്ങനെ ഉണ്ടാകും. പക്ഷെ പ്രണയവിവാഹം, ഇത്തരത്തിലുള്ള പ്രണയവിവാഹങ്ങളുടെ 2 വീട്ടുകാരുടെ സമ്മതം കൂടി ഇല്ല എങ്കിൽ അവർ പിന്നെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതാണ് ഇവിടെ എടുത്തു കാട്ടുന്നത്. പക്ഷേ വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ പോലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം താൻ ചെയ്തത് ഒരു തെറ്റാണ്, അതിനെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന രീതിയിൽ ഒരിക്കൽ പോലും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. പണത്തിന്റെ ക്ഷാമവും കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ആ ഒരു പശ്ചാത്താപം ഉണ്ടാവുന്നില്ല. പക്ഷേ ജീവിതത്തിന്റെ ഭാഗമായി, നമ്മളല്ലേ കല്യാണം കഴിയുമ്പോൾ പലരും പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, അതേപോലെ തന്നെ എന്താണ്, എന്തായിരുന്നു ഒരു ചൊല്ല്, എന്തോ ഒരു ചൊല്ലുണ്ടായിരുന്നു, മനസ്സിൽ വന്നിരുന്നു, പെട്ടെന്ന് പോയി. അപ്പോ എന്തായാലും അവരുടെ ജീവിതത്തിന്റെ രീതി തന്നെ മാറി.
ഈ പറഞ്ഞ കല്യാണം കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്തം കൂടി, ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം, ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം, കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു അമ്മയുടെ ഉത്തരവാദിത്തം, ഒരു അച്ഛന്റെ ഉത്തരവാദിത്തം. മാത്രമല്ല ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് അച്ഛന്റെ കുടുംബക്കാരോ അമ്മയുടെ കുടുംബക്കാരോ ആരും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അനാരോഗ്യകാല സമയത്തും പണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയാസമുള്ള സമയത്തൊക്കെ അവരത് വളരെയധികം അവരുടെ ജീവിതത്തെ ബാധിച്ചു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ തന്നെ അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചതായും എടുത്തു കാണിക്കുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഒരു ചെറുപ്പകാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നമ്മള് ജീവിതത്തിൽ ചെറുപ്പകാലത്ത് വസ്ത്രധാരണത്തിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. മനോഹരമായ, ചിലപ്പോൾ വില കൂടിയ, അല്ലെങ്കിൽ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി വില കൂടിയത് നമ്മൾ വാങ്ങും, ഇത്തരത്തിൽ. എന്നാൽ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റൈല്, രീതി, അല്ലെങ്കിൽ നിറത്തിന്റെ വ്യത്യാസം, അതല്ലെങ്കിൽ പല രൂപത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാറും. ഇപ്പോ ചില എന്താ പറയാ വേഷങ്ങളൊക്കെ അത് ആ പ്രായത്തിനുള്ള ആൾക്കാർക്ക് എന്നുള്ള രീതിയിലേക്ക് വന്നത് പോലും ആ രീതിയിലാണ്. പക്ഷെ ഇന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാ ചില വസ്ത്രങ്ങളൊക്കെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഒരുപോലെ ധരിക്കുന്നതായിട്ടും കാണാറുണ്ട്. പക്ഷേ വേഷധാരണത്തില് ശ്രദ്ധ കുറഞ്ഞതായിട്ട് അവളെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഗൃഹനാഥനാണ്. ഇപ്പൊ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള നമ്മൾ പറയില്ലേ പ്രാരാബ്ധം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്തൊക്കെയോ ഈ അനാരോഗ്യ കാര്യങ്ങളാവും കുട്ടികളുടെ, അല്ലെങ്കിൽ പണത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരി ചിലവ് വരുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കുടുംബനാഥന് പ്രത്യേകിച്ചും വരുന്ന കുറച്ച് വേവലാതികൾ ആവലാതികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാരണം നമ്മൾ ചോദിക്കും, പിന്നെ എങ്ങനെ ഒരു ഗൃഹനാഥന് സന്തോഷിക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റും, അല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പണം വേണമെന്നില്ല. ഒരുപാട് പ്രയാസത്തിലും ഒരു നേരത്തെ ആഹാരം ത്തിന് പോലും വകയില്ലാത്തവരുടെ ഇടയിലും ചിലപ്പോ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അപ്പൊ അത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതേപോലെ പണം, നമ്മൾക്ക് പലർക്കും പണം എന്നുള്ളത് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് പറയണമെങ്കിൽ പോലും ഒരുപാട് പണം, ആവശ്യത്തിലധികം പണമുണ്ടെങ്കിൽ പോലും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവരും ഇന്ന് ഭൂമിയിലുണ്ട്, അല്ലേ? അപ്പോ എന്തായാലും അവരുടെ ആ ഒരു കല്യാണശേഷമുള്ള പ്രയാസം കാരണം അവരിലുണ്ടായ മാറ്റങ്ങളാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അവർ തമ്മിൽ സ്നേഹിക്കുന്നു, അല്ലെ? ഒരുപാട് പ്രയാസങ്ങളും ഈ പറയുന്ന കുടുംബക്കാരുടെ ഒരു സാമീപ്യമൊന്നും ഇല്ലാത്തതും ഒക്കെ അവരുടെ മനസ്സിൽ ഒരു സങ്കടമായിട്ട് നിൽക്കുമ്പോൾ പോലും അവര് ചെയ്തതിൽ നല്ലത് കാണുന്നു, സന്തോഷം കണ്ടെത്തുന്നു. അവർ പരസ്പരം സ്നേഹിച്ചു ജീവിക്കുകയാണ്. അവർക്ക് ആൺകുട്ടികളാണ്. നേരത്തെ സൂചിപ്പിച്ചു 3 കുട്ടികൾ എന്ന്. ഉണ്ണി 10 വയസ്സ്, ബാലൻ 7 വയസ്സ്, രാജൻ 5 വയസ്സ്. മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്ക് പറ്റി നടക്കുന്ന 3 കുട്ടികൾ. പറയത്തക്ക സൗന്ദര്യമോ സാമർഥ്യമോ ഒന്നുമില്ലാത്ത അവരെ കുറിച്ച് ഈ പറയുന്ന അച്ഛനും അമ്മയും അന്യോന്യം പല കാര്യങ്ങളും ചർച്ച ചെയ്യും, അല്ലെ? അതായത് നമ്മൾ പറയുന്ന ഒരു കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എന്റെ കുട്ടിയാണ് എന്റെ ഏറ്റവും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല കുട്ടിയായിട്ട് തോന്നുന്നത്. നമ്മളുടെ കുട്ടികളെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ചില്ലെങ്കിൽ, സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ അതൊക്കെ ചെയ്യാം, അല്ലെ? അപ്പൊ അതിനാൽ തന്നെ അവര് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി ആ കുട്ടികളെ കുറിച്ച്, ആൺകുട്ടികളാണ് 3 പേരും, 3 പേരെ കുറിച്ചും എന്ത് ചെയ്യുന്നു, ഇപ്രകാരം പറയുന്നു. എന്താ പറയുന്നു നോക്കാം നമുക്ക്. ഉണ്ണിക്ക് എഞ്ചിനീയറിംഗിലാ വാസന. അവൻ എപ്പോഴും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബാലനെ ഡോക്ടറാക്കണം. അവന്റെ വലിയ നെറ്റി കണ്ടോ, അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. രാജന് ഇരുട്ടത്ത് കൂടി നടക്കാൻ പോലും പേടിയില്ലാത്തത് കൊണ്ട് അവനെ പട്ടാളത്തിലൊക്കെ പോകുന്ന മട്ടാണെന്ന് അവര് പറയുന്നു. ഇപ്പൊ 3 കുട്ടികളുണ്ട്. 3 കുട്ടികളെ കുറിച്ചും അവരിങ്ങനെ ഓരോ നോക്കുമ്പോഴേ, നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളുടെ കഴിവുകൾ കാണുമ്പോൾ ഈ പ്രായത്തിൽ ഇന്നതാകും എന്നുള്ള ഒരു എന്താ പറയാ രീതിയിലേക്ക് രക്ഷിതാക്കള് സംസാരിക്കും. അപ്പൊ അത്തരത്തിൽ ഇവരും സംസാരിക്കാതെ ഇരുന്നില്ല. മൂത്ത കുട്ടിയായിട്ടുള്ള ഉണ്ണി ഓരോരോ സാധനങ്ങൾ, നമ്മള് ബ്ലോക്ക് കട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കില്ലേ, അപ്പൊ അതുകൊണ്ട് അത് കാണുന്നതുകൊണ്ടായിരിക്കും അവൻ ഓരോ സമയം എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടിട്ട് ഒരു എഞ്ചിനീയർ ആവുന്ന രൂപമാണ് എന്ന് പറയുന്നു. വലിയ നെറ്റിയുള്ള ബാലനാണെങ്കിലോ
ആ വലിയ നെറ്റി ബുദ്ധിയുടെ ലക്ഷണമായിട്ടാണ് അച്ഛനും അമ്മയും കരുതുന്നത്. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾക്ക് പറ്റുന്ന ജോലിയാണ് എന്ത് ഡോക്ടർ എന്നാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് അവനെ ഡോക്ടർ ആക്കണം എന്നാണ്. ഏറ്റവും ഇളയവനാണെന്നുണ്ടെങ്കിൽ പോലും ഇരുട്ടത്ത് പോലും നടക്കാൻ പേടിയില്ലാത്ത കുട്ടിയാണ് രാജൻ. ഏറ്റവും ഇളയ കുട്ടിയാ, പക്ഷെ അവന് ഇരുട്ടൊന്നും ഒരു പേടിയില്ല. അപ്പൊ അത്രയും ധൈര്യശാലി ആയിട്ടുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, വല്ല പട്ടാളത്തിലും പോയി ചേരും. കാരണം ധൈര്യശാലികൾക്ക് വേണ്ട, അല്ലെങ്കിൽ ധൈര്യശാലികൾക്ക് ചേരാൻ പറ്റിയ ഏരിയയാണ് പട്ടാളം പോലീസൊക്കെ. അപ്പൊ കണ്ടിട്ട് അവൻ ഒരു പട്ടാളത്തിൽ ചേരേണ്ട മട്ടാണെന്ന് അവിടെ എടുത്തു കാണിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം, അവരുടെ വീട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരിൽ താമസിച്ചിരിക്കുന്നത് ഒരു ഇടത്തരക്കാർ താമസിക്കുന്ന പട്ടണത്തിലുള്ള ഒരു ചെറിയ തെരുവിലാണ്. ഇടത്തരക്കാർ അല്ലെ, മിഡിൽ ഫാമിലികൾ. അപ്പോ അവിടെ ഒരു ഒന്നാമത്തെ നിലയിൽ ഒരു 3 മുറിയുള്ള ഒരു ചെറിയ ഫ്ലാറ്റ്. 3 മുറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുതായി അല്ലെ, പോട്ടെ. എന്നാലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 3 മുറിയൊക്കെ ചെറു തന്നെയാണ്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുണ്ട്. അപ്പൊ ആ വീടിന്റെ ഒരു ഏകദേശ രൂപം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്ര വൃത്തിയായിട്ട് എഴുതി ഫലിപ്പിച്ചിട്ടുള്ളത്. അവിടെ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി, അവിടെ ആ പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വളരുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് പൂ ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് വീടുകൾക്കുള്ളിലും ചെടികൾ വാഴുന്നുണ്ട് അല്ലെ. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് പലരും വളർത്താനുള്ള മടിയും മറ്റു കാരണങ്ങളൊക്കെ കൊണ്ട് പ്ലാസ്റ്റിക് ചെടികൾ എന്താണ് കൂടുതലായിട്ടും വീടിനുള്ളിൽ വെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ജീവനുള്ള ആ ഒരു ഇലകൾക്ക് തരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭംഗിയും സൗന്ദര്യവും ഒന്നും നമുക്ക് ആ പ്ലാസ്റ്റിക് പൂ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെടികൾ തരാത്തതുകൊണ്ട് പലരും വീടിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വളർത്താറുണ്ട്. അപ്പോ ഒരു പൂച്ചട്ടിയിൽ ഒരു പനിനീർ ചെടി ഉണ്ട്, അമ്മ നനച്ചുണ്ടാക്കിയതാണ്, പക്ഷെ ഇതുവരെ പൂവിട്ടിട്ടില്ല എന്ന് പറയുന്നു. അടുക്കളയിൽ ചുവരുമേൽ നിറച്ച് കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകളിൽ പിച്ചള ചട്ടകങ്ങള്, കരണ്ടി പറഞ്ഞ സ്പൂണുകള് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലക സ്റ്റൗവിന്റെ അടുത്തുണ്ട്. അങ്ങനെ അവൾ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴുന്ന സമയത്താണ് അച്ഛൻ സാധാരണ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക. അത് നമ്മളുടെ ഒരു ഇതാണ് കേട്ടോ. അതായത് ഓരോരുത്തർക്കും ഓരോ കണക്കുണ്ട്. അച്ഛൻ വരാൻ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരാനില്ല, അച്ഛൻ എന്താണ് ആ സാന്ത്വന സീരിയൽ കഴിയുമ്പോഴാണ് വരിക എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സമയക്കണക്ക് പറയും. അപ്പോ ഇവിടെ ചപ്പാത്തി പരത്തുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരേ റൊട്ടീനിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാ ദിനം പ്രതി ഒരേ സമയത്തായിരിക്കും ചിലപ്പോൾ അടിച്ചു വരുന്നത്, ഈ നമ്മൾ പറയുന്ന ചെടി നനയ്ക്കുന്നത്, ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞ ചപ്പാത്തി പരത്തുന്നത് ഒക്കെ ഏകദേശം ഒരേ സമയത്തിലായിരിക്കും. അപ്പൊ ആ ചപ്പാത്തി പരത്തുന്ന സമയത്താണ് ആര് വരുന്നത്, അച്ഛന്റെ വരവ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ സമയത്താണ് സാധാരണ അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക എന്ന് പറയുന്നത്. അപ്പോ കഥാനായകൻ ഇപ്പോഴും എവിടെയാണ്? കഥാനായകൻ ഇപ്പോഴും ബസ്സിലാണ്. ആ ബസ്സിൽ ഇരുന്നു കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുന്നത് തന്നെ. അപ്പോ അദ്ദേഹം ഓർക്കുന്നു, ആ കാര്യങ്ങൾ കഴിഞ്ഞ് ബസ് നിൽക്കുന്നു. അങ്ങനെ ബസ് നിന്നു. അയാൾ ഇറങ്ങിയപ്പോൾ കാലിന്റെ മുട്ടിന് ചെറിയൊരു വേദന അനുഭവപ്പെടുന്നു. വാതരോഗമായിരിക്കുമോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു അല്ലേ. തനിക്ക് ഇനി വയ്യാതായിട്ടുണ്ടെങ്കിൽ, താൻ കിടപ്പിലായാൽ ഇനി തൻ്റെ മക്കൾക്ക് ആരാണുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ച് പെട്ടെന്ന് ആ ചിന്തയിൽ കണ്ണുകളിൽ ഈറനണിയാണ് അല്ലെ. പ്രായാധിക്യം എല്ലാവർക്കും പേടിക്കുന്ന ഒരു സംഭവമാണ് പ്രായാധിക്യം. എല്ലാവരും മമ്മൂട്ടിയെ പോലെ അല്ലെ കുറെ കാലമൊന്നും അതേ യുവത്വം കാത്തു സൂക്ഷിച്ച് അല്ലെങ്കിൽ ആ ലുക്കിലൊന്നും ഇരിക്കില്ല. അപ്പോ കാൽമുട്ടിന്റെ വേദനയൊക്കെ പ്രായാധിക്യം കാരണം ഒക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരുപാട്, നമ്മൾ പ്രായമാണല്ലോ അല്ലെ, നമ്മളെ രോഗങ്ങൾ ഇങ്ങനെയാണ് വിളിച്ചു വരുത്തുന്നത്. ആ സമയത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും. അപ്പോ ഇങ്ങനെ രോഗങ്ങൾ വരും. അപ്പോ കാൽവേദന, ഒരു ചെറിയ കാൽവേദന തോന്നിയപ്പോഴേക്കും അദ്ദേഹത്തിന് തോന്നിപ്പോവാണ്, ചിന്ത തോന്നുന്നത് കുട്ടികളെ കുറിച്ചാണ്. എനിക്ക് എന്തെങ്കിലും
സംഭവിച്ച് ഞാൻ കിടപ്പിലായാൽ കുട്ടികളെ ആരാണ് നോക്കുക? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ഒരു മുഷിഞ്ഞ ഒരു ടവല് അല്ലെങ്കിൽ കൈലേസ് കൊണ്ട് മുഖം തുടച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് ധൃതിയിൽ നടക്കുകയാണ്. ഒരുപാട് ചിന്തകൾ. കുട്ടികൾ ഉറങ്ങിയിരിക്കും. ആലോചിക്കണം, ഭാര്യയുടെ ശവദഹനമൊക്കെ പോയ സമയത്ത് കുട്ടികൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പൊ തിരിച്ചെത്തുന്ന സമയത്ത് കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ആകുലതയാണ് ആ വരികളിൽ കാണുന്നത്. കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ? അവര് വല്ലതും കഴിച്ചിട്ടുണ്ടോ? അതോ ഞങ്ങളെ കാണാഞ്ഞിട്ട്, രണ്ടുപേരെയും കാണാഞ്ഞ് കരഞ്ഞ് 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 ഉറങ്ങിപ്പോയോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. ഒരുപക്ഷെ കരയാനുള്ള തന്റെ ഇടം പോലും അവർക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. കാരണം അവളെയും കൊണ്ട്, ഭാര്യയെയും കൊണ്ട് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി, മൂത്ത മകനായ ഉണ്ണി കരയാതെ വെറുതെ നോക്കി. എന്തപ്പോ ഒരു അച്ഛനെ അമ്മയെ എടുത്തുകൊണ്ട് ടാക്സിയിൽ കയറ്റി പോകുന്നു അല്ലേ? ബാലനും ഇതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കരയണ പോലും ഇല്ല. ആകെ കരഞ്ഞത് ആകെ കരഞ്ഞത് ചെറിയ മകനായിട്ടുള്ള രാജൻ മാത്രമാണ്. പക്ഷെ രാജൻ കരഞ്ഞത് അമ്മയും കൊണ്ട് അച്ഛൻ പോകുന്നത് കൊണ്ടല്ല, അവന് ടാക്സിയിൽ കയറണമെന്ന വാശിയായിരുന്നു. ഞാനും ഉണ്ട്, എനിക്കും ടാക്സി കയറണം, അല്ലാതെ അമ്മയ്ക്ക് എന്തോ പറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഇതിനെ കുറിച്ച് അറിയാനുള്ള ബോധം ഒന്നും ആയിട്ടില്ല. അപ്പോ അദ്ദേഹം തീർച്ചപ്പെടുത്തി, മരണത്തിന്റെ അർത്ഥം അവർ അറിഞ്ഞിരുന്നില്ല. അല്ലെ, ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ഇപ്പൊ മരണത്തിന്റെ അർത്ഥം, മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പല കുട്ടികൾക്കും, ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ മരണം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് പറയുമോ, ഇദ്ദേഹം മരിച്ചു, ഇനി വരൂല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമോ? ഇല്ല. അതൊരു പ്രായമാകുമ്പോൾ അവർ സ്വയം മനസ്സിലാക്കും. നമ്മൾ പലപ്പോഴും മരണത്തിന് കാണുന്ന പേരുകൾ പലതാണ്. ചിലപ്പോഴൊക്കെ പറയും പടച്ചോന്റെ അടുത്തേക്ക് പോയതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോയതാണ് എന്ന് പറയും. കുട്ടികൾ വീണ്ടും 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 സംശയം ചോദിക്കും. കുട്ടികളുടെ ചില സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. സ്വർഗത്തിൽ പോയതാണ്. അതെവിടെ സ്വർഗം? എന്തിനാ പോയത്? എന്നെയും കൂട്ടിക്കൂടിയിരുന്നോ എന്ന ചോദ്യം വരും അല്ലേ? ചില ആൾക്കാർ പറയും, ഇപ്പൊ വീട്ടിലെ വല്യപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു പറയും, വല്യപ്പ ഒരു ടൂറ് പോയതാണ്, കുറച്ചു ദിവസം കഴിഞ്ഞ് വരൂട്ടോ എന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടികളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അല്ലാതെ കുട്ടിയോട് നമ്മൾ പറയും മരിച്ചിട്ടോ ഇനി വരൂല. അപ്പൊ കുട്ടിക്ക് മരണം എന്താണ്? മരിച്ച എങ്ങോട്ടാ പോവുക അല്ലേ? ഞാൻ എവിടുന്നാ വന്നത്? എന്താണ് KSRTCയുടെ ബസ്സുകൾക്കൊക്കെ ചുവപ്പ് നിറം? എന്താണ്? ഇങ്ങനത്തെ ഒരുപാട് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. ചിലതൊക്കെ നമുക്കും അറിയില്ല, ചിലത് നമുക്കറിയാമെങ്കിലും അത് അവരോട് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. ആ ഒരു പക്വതയും പാകതയൊന്നും അവർക്ക് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാവാം. അപ്പൊ മരണത്തിന്റെ അർത്ഥം അറിയാത്ത കുട്ടികളാണ്. അവരുടെ അമ്മ ടാക്സിയിലേക്ക് അമ്മയും കൊണ്ട് അച്ഛൻ കയറ്റിപ്പോയ സമയത്ത് അവർ കരയാതിരുന്നത് അത് കാരണമാണെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. താൻ പോലും അറിഞ്ഞിരുന്നില്ല മരണത്തിന്റെ അർത്ഥം എന്ന് അദ്ദേഹം പറയുന്നു. കാരണം മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. എന്ന് മരിക്കുമെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. നമ്മൾ നാളെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. അപ്പൊ മരണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അത് എപ്പോഴാണെന്നുള്ളത് നമുക്കറിയില്ല. അത് എപ്പോഴാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ജീവിക്കുന്ന ജീവിതം മരണത്തിന് തുല്യമായിരിക്കും. ചിലപ്പോൾ മരണത്തെക്കാൾ ഉപരി അത് നമ്മളെ വിഷമിപ്പിക്കും. അപ്പോ നമ്മളുടെ ജീവിതത്തില് പലരും നമ്മളുടെ കൂടെ ഇപ്പൊ നിലവിലില്ല. ചിലരെല്ലാം പ്രായാധിക്യം കാരണം ഒരുപാട് രോഗങ്ങൾ വന്ന് മരിക്കുന്നവരുണ്ട്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ അത്ര പ്രയാസം ഉണ്ടാവില്ല. കാരണം അവര് രോഗാവസ്ഥയിലായിരുന്നു, ഏറെക്കുറെ മരണത്തോട് അടുത്തെത്തിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രായമുള്ള ഒരാൾ പെട്ടെന്ന് മരിച്ചാലും ആ പ്രായം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എടുക്കും. എന്നാൽ അതിനിടയിൽ പറ്റുന്ന മറ്റു മരണങ്ങളുണ്ട്. അതായത് അകാല മരണം, കാലം എത്തുന്നതിന് മുൻപുള്ള മരണം.
ഇപ്പോ അത് ഒരുപാട് കൂടിയിട്ടുണ്ട് അല്ലെ. ഹാർട്ട് അറ്റാക്ക് പ്രതീക്ഷിക്കാതെ ഏത് പ്രായത്തിലുള്ള ആളുകളും ഒരുപാട് അല്ലെങ്കിൽ പണ്ടൊക്കെ പ്രായം കൂടിയ ആളുകൾക്കേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ പല ആളുകൾക്കും ചെറുപ്പക്കാരിൽ പോലും കാണുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു. ഒരു അവസരം പോലും നൽകാതെ അല്ലെ. അപകടങ്ങൾ, ആക്സിഡൻസ്, ബൈക്ക്, കാറ് അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം കൊണ്ടുള്ള അപകടങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ വേർപിരിയൽ നമ്മൾക്ക് മാനസികമായിട്ട് വളരെയധികം സങ്കടം ഉണ്ടാക്കും. കാരണം അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. കാരണം അവർ നമ്മളെ വിട്ടു പോകുമെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വിട്ടുപോകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രവും അങ്ങനെ തന്നെയായിരുന്നു. എന്നും വീട്ടിൽ കാണുന്ന അവള് പെട്ടെന്ന് ഒരു ദിവസം ഒരു വൈകുന്നേരം ആരോടും ഒരു യാത്ര പോലും പറയാതെ നിലത്ത് ഒരു ചൂലിന്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചു. ഒരു നോക്ക് കാണാൻ കഴിയാതെ, അവസാനമായിട്ടൊന്നും മിണ്ടാൻ കഴിയാതെ. ഇപ്പോ നമ്മള് കിടപ്പിലായ ഒരാള് ഇത്ര കാലം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചു കാലം കൂടെ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്റെ ഭാര്യ തന്റെ വീട്ടിൽ ഒരു ചൂലിന്റെ അടുത്ത് വീണ് മരിച്ചു പോകുമെന്ന്, ആരോടും യാത്ര പറയാതെ പോകുമെന്ന് ആ അച്ഛൻ പോലും കരുതിയിരുന്നില്ല. ഇനി ആ ഒരു സംഭവത്തിലേക്ക് കടക്കാം. ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്താണെന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത്. എന്നും രാവിലെ പോയി തിരികെ ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന അച്ഛൻ അടുക്കളയുടെ ജനവാതിൽ കൂടി അകത്തേക്ക് നോക്കി. അല്ലെ, നമുക്കറിയാം ഏതൊക്കെ ജനൽ തുറന്നിട്ടുണ്ടാവും, എവിടെ താക്കോല് വെക്കും എന്നൊക്കെ നമുക്കറിയാം. വീട്ടിൽ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ. ഇപ്പോ വീട് പൂട്ടി പോവാണെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ മെസ്സേജും മറ്റു കാര്യങ്ങളൊക്കെ അയച്ച് വാട്സപ്പിലും ഇതൊക്കെ വിളിച്ചൊക്കെ ചോദിക്കാം. പണ്ട് കാലത്ത് ഈ രൂപത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ സ്ഥിരമായിട്ട് ഒരു ഇതുണ്ടാക്കി വെക്കും. ഇപ്പൊ പോവാണെങ്കിൽ താക്കോല് ചെടിച്ചട്ടിയുടെ ഉള്ളിലുണ്ടാവും, അല്ലെങ്കിൽ ചവിട്ടിയുടെ അടിയിലുണ്ടാകും, അല്ലെങ്കിൽ ആ കല്ലിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഇതിലുണ്ടാവും. അപ്പൊ ഇവിടെ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ അച്ഛൻ ജനലിലൂടെ അകത്തേക്ക് നോക്കുന്നു. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മുറ്റത്ത് കുട്ടികൾ കളിക്കുന്ന കളിയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കളി ക്രിക്കറ്റ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഉണ്ണിയുടെ ഷോട്ടിനെ കുറിച്ച് അവിടെ, അല്ലെങ്കിൽ ഉണ്ണി വിളിച്ചു പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: ഫസ്റ്റ് ക്ലാസ് ഷോട്ട്, അല്ലേ. അപ്പൊ ആ ഒരു ശബ്ദമൊക്കെ കേട്ടുകൊണ്ടാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് കയറാനായിട്ട് നോക്കുന്നത്. അങ്ങനെ താക്കോലെടുത്ത്, ചിലപ്പോൾ കൊണ്ടുപോയ താക്കോലാവാം, അതല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന താക്കോലാവാം, അതെടുത്ത് വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ ആ കിടപ്പ് കാണുന്നത്. വായൽപ്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. ആദ്യം തല തിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു അല്ലെ. സാധാരണ ഒരാൾ പെട്ടെന്ന് അങ്ങനെ കിടക്കുന്ന നമ്മൾ തലതിരിഞ്ഞ് പറഞ്ഞാൽ തല ചുറ്റി ബോധം കെട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. തല തിരിഞ്ഞു വീണു എന്ന് ഉദ്ദേശിച്ച് ബോധം കെട്ട്, എന്തോ മയങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തലമിന്നല് എന്നൊക്കെ പറയും നമ്മൾ, അപ്രകാരം വീണതായിരിക്കുമെന്ന് കരുതിയതാണ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ആദ്യം ഒന്ന് വിളിച്ചു നോക്കും, ദേഹത്ത് തട്ടി നോക്കും, തോളിൽ തട്ടി നോക്കും, മുഖത്ത് വെള്ളം തളിച്ചു നോക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. അങ്ങനെയൊക്കെ ചെയ്ത് കാണാം. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഡോക്ടറാണ് പറയുന്നത്, ഹൃദയസ്തംഭനമാണ്, മരിച്ചിട്ട് 1.5 മണിക്കൂറായി. മരിച്ചു എന്ന് ഉറപ്പാക്കാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല. നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ച് വെച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യാനായിട്ട് ആശുപത്രിയിൽ നിന്ന് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് വേഗം ചെയ്തത്. പക്ഷേ ഹൃദയസ്തംഭനമായിരുന്നു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, മരിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇത് ഡോക്ടറുടെ വായിൽ നിന്നും കേൾക്കുമ്പോൾ ഒരച്ഛനുണ്ടാകുന്ന ആ ഒരു ഇത് വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. പല വികാരങ്ങൾ, എന്തോ അവളോട് അകാരണമായ ഒരു ദേഷ്യം, അകാരണം, കാരണമില്ലാത്ത ഒരു ദേഷ്യം. എന്തുകൊണ്ടായിരിക്കും അത് അല്ലെ. കാരണം എന്നും കാണുന്ന, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് തന്റെ ഭാര്യ തന്നെ വിട്ടുപോയിരിക്കുന്നു.
ഒരു താക്കീതുകളും തരാതെ, താക്കീത് ഒരു മുന്നറിയിപ്പ് പോലും, അല്ലെ, താക്കീത് ഒരു മുന്നറിയിപ്പുകളും, അല്ലെ, ഇപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട് നമ്മൾ കിടന്ന് ഒരുപാട് ദിവസം കിടന്ന് മരണപ്പെടുന്നതും ആക്സിഡന്റ് അറ്റ് എ ടൈം മരിക്കുന്നതും രണ്ടും രണ്ടല്ലേ? ഒരു താക്കീതുകളും കൂടാതെ എല്ലാ ചുമതലകളും ചുമതലകളും എല്ലാ ചുമതലകളും തന്റെ തലയിൽ വെച്ചുകൊണ്ട് അവൾ പോയല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന സാമീപ്യം അമ്മയുടേതാണ്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ അവരുടെ ഒപ്പം ഉണ്ടാവുന്ന അമ്മയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, ഒരു കുട്ടിയുടെ ആദ്യ അധ്യാപകൻ, ആദ്യം വിളിക്കുന്ന പേര് ഒക്കെ അമ്മ എന്നാണ്. അവിടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോ നമ്മൾക്ക് ഈ പറയുന്ന ഒരു പനിയോ തലവേദന തുടങ്ങിയുള്ള ചെറിയ അസുഖങ്ങൾ വരുന്ന സമയത്ത് പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു അമ്മയുടെ സാമീപ്യവും. അതാ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളായിരിക്കും നമ്മൾ അതിലേക്ക് നയിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി ആര് കുട്ടികളെ കുളിപ്പിക്കും? ആരവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും? ദീനം പിടിപെടുമ്പോൾ ആരവരെ ശുശ്രൂഷിക്കും? അല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ ഈ പറയുന്ന രോഗത്തിനേക്കാൾ ഫലം ചെയ്യും, അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മരുന്നിനേക്കാൾ ഫലം ചിലപ്പോൾ ചെയ്യും ഈ പറയുന്ന അമ്മയുടെ ആ ഒരു സാമീപ്യം. അമ്മ അടുത്തിരുന്നാൽ മതി, അല്ല അമ്മ ഉണ്ടാക്കി തന്ന മരുന്ന് മതി. ആ മരുന്ന് അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം ചിലപ്പോൾ നമ്മളുടെ ഈ ദീനത്തെ മാറ്റാനുള്ള കഴിവ് അതിനുണ്ടാവും. അപ്പോ ഇതൊക്കെ അച്ഛനും ചെയ്യാം, അല്ലെ? ചെയ്യുന്നവരും ഉണ്ട്. സാഹചര്യങ്ങളാൽ, അതല്ല എന്നുണ്ടെങ്കിൽ താല്പര്യപൂർവ്വം ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത്രയും കാലം അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു അവർക്ക് ഇതെല്ലാം ചെയ്തിരുന്നത്. അവൾ ഇല്ലാതെയായി എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനി ഇതെല്ലാം ആര് ചെയ്യും? കുട്ടികൾ ആര് കുളിപ്പിക്കും? ആര് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും? അവർക്ക് അസുഖം പിടിപെടുമ്പോൾ അവരാര് ശുശ്രൂഷിക്കും? എന്റെ ഭാര്യ മരിച്ചു. അയാളിങ്ങനെ മന്ത്രിക്കുകയാണ്. തന്റെ മുതലാളിയോട്, മേലുദ്യോഗസ്ഥനോട് ഒരു ലീവ് എങ്ങനെയായിരിക്കും താൻ ചോദിക്കുക എന്ന് ആലോചിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എന്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് കൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. പറ്റില്ല എന്നൊന്നും പറയില്ല, പക്ഷേ നമ്മൾ പറയും എന്റെ ഭാര്യ മരിച്ചെങ്കിൽ ലീവ് വേണം. അങ്ങനെ പറയുന്നത് പോലും എന്തോ ഒരു അരോചകമായിട്ട് ചിലപ്പോ തോന്നും. അതൊരു വലിയ, അല്ലെങ്കിൽ നല്ലൊരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഭാര്യയ്ക്ക് സുഖമില്ല എന്നുള്ളതാണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? ഭാര്യ മരിച്ചു. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ മേലുദ്യോഗസ്ഥൻ ചിലപ്പോൾ തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കണ്ടോളൻസും, അല്ലെ, ഒക്കെ ആദരാഞ്ജലികൾ അല്ലെങ്കിൽ വ്യസനം അറിയിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, അയാൾക്ക് എന്ത് വ്യസനം? കാരണം അയാൾക്ക്, ആ മേലുദ്യോഗസ്ഥന് അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അത് ആരുടെ മാത്രം നഷ്ടങ്ങളാണ്? തന്റെ, അല്ലെങ്കിൽ ആ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മാത്രം നഷ്ടങ്ങളാണ്. ഒരാളുടെ മരണം നമ്മളെ വേദനിപ്പിക്കുന്നത് എപ്പോഴാ? ആ മരണപ്പെട്ട വ്യക്തി നമ്മൾക്കാരായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു മരണം നമ്മളെ വേദനിപ്പിക്കുന്നു എങ്കിൽ ഓരോ ദിവസവും പത്രങ്ങളിൽ എത്രയോ മരണ വാർത്തകൾ നമ്മൾ അറിയുന്നു. അതിനു പുറമെ പത്രങ്ങളിൽ വരാത്ത എത്രയോ മരണങ്ങൾ ദിനം പ്രതി എന്ത് ചെയ്യുന്നു, നടക്കുന്നു. പക്ഷേ അത് നമ്മൾക്ക് പരിചയമുള്ളവരാകുമ്പോൾ, നമ്മളുടെ കുടുംബത്തിലുള്ളവരാകുമ്പോൾ, നമ്മളുടെ അടുത്തുള്ള ആളാകുമ്പോൾ അതിന്റെ
വേദനയുടെ ആഴം നമ്മൾക്ക് മാറും. തൻ്റെ നഷ്ടങ്ങൾ, ആ വ്യക്തിയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ നഷ്ടം തൻ്റേത് മാത്രമാണ്. അത് തിരിച്ചു തരാൻ വേറൊരാൾക്കും കഴിയില്ല എന്ന ചിന്തയാണ് ആ നഷ്ടങ്ങളുടെ വേദന കൂട്ടുന്നത്. മേലുദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതുകൊണ്ട്, അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാര്യ മരിച്ചതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല. ഏറിപ്പോയാൽ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് 1-2 ദിവസം ലീവ് കൊടുക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ സംബന്ധിച്ചോ അത് വലിയ നഷ്ടമാണ്. അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്ന് പറയാണ്. ആരാ? രാജനായിരിക്കും അല്ലെ? രാജൻ പറയണ, അമ്മ വന്നിട്ടില്ല. അദ്ദേഹം ആലോചിക്കുന്നു, അവർ ഇത്ര വേഗം ഇതെല്ലാം മറന്നു. കാരണം ഇവിടെ നിന്ന് ആ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ ടാക്സിയിലേക്ക് എടുത്തുകൊണ്ട് പോവുക ചെയ്തേ. ആ കയറ്റിവെച്ച അനക്കമില്ലാത്ത ആ ശരീരം തിരിച്ച് തനിയെ മടങ്ങി വരുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവുമോ? കാരണം അമ്മയും കൊണ്ട് എങ്ങോട്ടോ പോകുന്നു എന്നല്ല, അമ്മയ്ക്ക് വയ്യ എന്നോ അമ്മയ്ക്ക് സൂക്കേടാണെന്നോ മനസ്സിലാക്കാനുള്ള പ്രായം പക്വതൊന്നും ആർക്കില്ല. രാജൻ എന്ന ഇളയ മകനില്ല. അയാൾ അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കണം. മൂത്ത മകനായ ഉണ്ണിയെ അദ്ദേഹം വിളിക്കുന്നുണ്ട്. ഉണ്ണി അച്ഛൻ വരുന്നത് കണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഉണ്ണി പറയുന്നുണ്ട്, നടുവിലെ മകൻ ബാലൻ ഉറങ്ങി. അച്ഛൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വല്ലതും കഴിച്ചോ? അവരില്ല എന്ന് മറുപടി നൽകുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് ഈ പറയുന്ന അച്ഛനും അമ്മയും ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ ഒരുപാട് ശങ്കകളിൽ ഒന്നാണ് അവർ വല്ലതും കഴിച്ചോ, കിടന്നുറങ്ങിയോ എന്നൊക്കെ. അത് അദ്ദേഹം ആരായുന്നതാണ് കാണുന്നത്. അദ്ദേഹം അടുക്കളയിലെ തിണ്ണയിൽ വേൽ അടുക്കി വെച്ചിരുന്ന പാത്രങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. അവള് ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണം: ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, ഒരു സ്ഫടികപാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. ആ ഒരു ആഹാര പദാർത്ഥങ്ങളെല്ലാം പാകം ചെയ്ത വ്യക്തി ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല. ജീവനില്ലാത്ത ഒരു വ്യക്തി നിർമ്മിച്ച ആഹാര പദാർത്ഥങ്ങളാണത്. മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ. അച്ഛൻ ചിന്തിക്കുന്നു, അതിനാൽ തന്നെ അത് ഭക്ഷിച്ചുകൂടാ. കുട്ടികളോട് അത് പറയുന്നത് ഇപ്രകാരമാണ്: ഇതൊക്കെ തണുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. ഉണ്ണി ആ ശരി എന്നുള്ള രൂപത്തിൽ മൂളുന്നു. ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കൂട്ടാൻ, ഉപ്പേരി, തൈര്, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടുന്ന സ്ഫടികപാത്രത്തിൽ, പൊട്ടുന്ന ഒരു പാത്രത്തില് നെയ്പായസമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടാക്കിയ ആൾ ഇവിടെ ഇല്ല, ഭൂമിയിലില്ല. അതിനാൽ തന്നെ അത് കഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. പകരം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറിയില്ലേ? മകന്റെ ചോദ്യം. ഈ രാത്രിയില് അവരോട് സത്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരെ കൂടി വേദനിപ്പിച്ചിട്ട് വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഏതായാലും ഒരു ദിവസം കൂടി കഴിയട്ടെ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ. അദ്ദേഹം തൽക്കാലം കുട്ടികളോട് ഇപ്രകാരം പറയുന്നു: അമ്മ വരും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി നിലത്ത് വെച്ചു. 2 കിണ്ണങ്ങൾ. ആർക്കൊക്കെയാ?
ഒന്ന് ഉണ്ണിക്കും ഒന്ന് രാജനും. അദ്ദേഹം പറയുന്നു, ബാലനെ വിളിക്കണ്ട, അവ ഉറങ്ങിയതല്ലേ, ഉറങ്ങിക്കോട്ടെ. കഴിക്കുന്നതിനിടയിൽ ഇളയ മകനായ രാജൻ പറഞ്ഞു, അച്ഛാ നെയ്പായസം. കുട്ടികൾക്ക് എപ്പോഴും പായസം പ്രിയമുള്ളതാണ്, പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ആ നെയ്പായസം. അതിനാൽ തന്നെ ഉപ്പുമാവൊക്കെ കിട്ടിയെങ്കിലും രാജൻ നെയ്പായസത്തെ കുറിച്ച് മറക്കുന്നില്ല. നെയ്പായസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പാത്രത്തിൽ തന്റെ ചൂണ്ടുവിരൽ താഴ്ത്തിക്കൊണ്ട് അച്ഛനോട് അത് പറയുന്നു. അങ്ങനെ അയാൾ തന്റെ ഭാര്യ ഇരിക്കാറുള്ള ആ പലകമേൽ ഇരുന്നു കൊണ്ട് അവര് ഭക്ഷണം കഴിക്കുന്നത് കാണാണ്. തനിക്ക് വയ്യെന്നും ഉണ്ണിയോട് ഒന്ന് വിളമ്പി കൊടുക്കോ, തനിക്ക് തലവേദനിക്കുന്നു എന്നും അവരോട് പറയണം. അതോടൊപ്പം നെയ്പായസം ആവശ്യപ്പെട്ട രാജനോട് അത് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു മൗനാനുവാദം കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം. കാരണം അവർ കഴിക്കട്ടെ. ഇനി അതേ രുചിയിൽ അവൾ നിർമ്മിച്ച, അവൾ പാകം ചെയ്ത ആ നെയ്പായസം അല്ലെങ്കിൽ ഒരു ആഹാരവും അവർക്കിനി കഴിക്കാനായിട്ട് കിട്ടുകയില്ല. പറഞ്ഞു തീരും മുമ്പേ കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി. അയാൾ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു, അല്ല ചോറ് വേണ്ടേ ഉണ്ണി? ഉണ്ണിയുടെ മറുപടി, വേണ്ട, പായസം മതി, നല്ല സ്വാദുണ്ട്. കുട്ടികൾക്ക് അങ്ങനെയാണ്, നമ്മള് കണ്ടന്റ് ഉള്ള ചോറ് പോലത്തെ സാധനങ്ങൾ ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. എന്നാൽ നേരെ മറിച്ച് നോൺ വെജോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പായസോ ബേക്കറി ഐറ്റംസോ ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ കഴിക്കാൻ എളുപ്പമാണ്, പക്ഷെ നല്ലത് കഴിപ്പിക്കാനാണ് എന്ത് കുട്ടികളെ കൊണ്ട് പ്രയാസം എന്ന് പറയുന്നേക്കാം. അവർക്കും പായസം മതി. രാജനും ചിരിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞത് ശരിവെച്ചു, നല്ല അസല് നെയ്പായസാണ് ഉണ്ടാക്കിയതെന്ന്. അത് കേട്ടപ്പോൾ തന്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വെക്കുവാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു. ഈ അവസാന സെന്റൻസിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന കുട്ടികളോട് ആ ഒരു രാത്രി അദ്ദേഹത്തിന് അത് പറയാനായിട്ട് കഴിയുന്നില്ല. അതിനാൽ തന്നെ അദ്ദേഹം ആ കണ്ണീർ കുട്ടികൾക്ക് മുൻപിൽ പ്രകടിപ്പിക്കാതെ അത് മറച്ചു വെക്കാനായിട്ട് പോവുകയാണ്. ആ ചിത്രം ജസ്റ്റ് നൽകിയേ ഉള്ളൂ. ചിത്രത്തിൽ 3 കുട്ടികളെയും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രം, കുട്ടി, നടുവിലത്തെ കുട്ടി എന്ത് ചെയ്യാണ്? അവൻ കിടന്നുറങ്ങുകയാണ്. ബാക്കി 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ അച്ഛന് ആ ഒരു കുട്ടികളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു കുട്ടികളുടെ ആ നെയ്പായസത്തിനോടുള്ള ഒരു താല്പര്യവും അമ്മ ഉണ്ടാക്കിയ ആ ഒരു നെയ്പായസത്തിന്റെ സ്വാദൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇനി ഇതൊരിക്കലും അവർക്ക് കിട്ടുകയില്ലല്ലോ. അവർക്കത് ഉണ്ടാക്കി കൊടുക്കേണ്ട അമ്മ, എൻ്റെ ഭാര്യ, ഇനി ഈ ലോകത്തില്ലല്ലോ. വളരെ ചെറിയൊരു കഥയാണെങ്കിലും ഒരുപാട് ഒരു എന്താ പറയാ, ഇനിയുള്ളതില് കാലത്ത് സ്വയമേ ആ കുട്ടികളെല്ലാം താൻ നോക്കണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ബാക്കി വെച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ തന്റെ ഭാര്യ പോയതിൽ അതീവ ദുഃഖിതനാണ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രം. പലരും ഇതിനെ പല രൂപത്തിൽ നിരൂപണം ചെയ്തിട്ടുണ്ട്. അതിനു മാത്രം എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചവരുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അച്ഛന് മാത്രമേ അതിന്റെ ആ ഒരു ആഴം വ്യക്തമാകൂ എന്നും പറയാറുണ്ട്. കഥകളുടെ രാജകുമാരി മാധവിക്കുട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു കൊച്ചു ഭാഗമാണ് നമ്മളുടെ നെയ്പായസം എന്ന് പറയുന്ന കഥ. വായനക്കാരിലേക്ക് എന്നും മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് എന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥ തന്നെയാണ് നെയ്പായസം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോ
ഇന്നത്തെ കഥ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വായിച്ചു നോക്കുക. നല്ലതുപോലെ നമ്മൾ വലിയ എന്താ പറയാ പ്രയാസകരമായിട്ടുള്ള പദപ്രയോഗങ്ങളോ മറ്റൊന്നുമില്ല. കുറച്ച് കഥാപാത്രങ്ങൾ, മനോഹരമായിട്ടുള്ള ആവിഷ്കരണം, ഒരുപാട് എന്താ പറയാ ഏത് വായനക്കാർക്കും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന ഭാഷാശൈലി, ഇവ കൊണ്ടെല്ലാം സമ്പന്നമാണ് നെയ്പായസം എന്ന് പറയുന്ന കഥാഭാഗം. അപ്പൊ എല്ലാവരും വായിക്കുക, മനസ്സിലാക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറിച്ച് വെച്ച് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.